ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള ഈ ഒരു ദോശ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി, അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു തക്കാളി തന്നെയാണ്, അതൊന്ന് മുറിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയൊരു കാശ്മീരി മുളക് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തതായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് അവിലും അതുപോലെ തന്നെ കുതിർത്തെടുത്തതായിരുന്നു കേട്ടോ. അവിൽ ഒരു 5 മിനിറ്റ് വെള്ളം ഒഴിച്ച് വെച്ചാൽ അവിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അത് കുതിർത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം ഓരോ റവക്കനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. വറുത്ത റവയ്ക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും, വറക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം വേണ്ടി വരില്ല. പിന്നെ തൈരിലുള്ള വെള്ളം ഒക്കെ നമ്മൾ ഓരോരുത്തരും എടുക്കുന്നത് തൈരിനൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. സാധാരണ നമ്മുടെ ഒരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാനൊന്നും വേണ്ട, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ, ചുടുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്താൽ ദോശ നല്ല ആരെടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ ചുടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ പരത്തി കൊടുക്കൊന്നും വേണ്ട. ഇനി നല്ല കുറച്ച് തിന്നായിട്ടുള്ള ദോശ വേണ്ടവർക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പരത്തി കൊടുക്കുന്നൊന്നുമില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് ഹോൾസൊക്കെ ആയി വരും. ആ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കുക, എന്നിട്ട് ഒന്നങ്ങ് അടിച്ച് വെക്കുക കേട്ടോ. ഒരു 50 സെക്കൻഡൊക്കെ മതി, 1 മിനിറ്റ് തന്നെ വേണ്ട. ഇതിങ്ങനെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഇതുപോലെ കുക്കായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. ഇനി ദോശ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ തീ കൂട്ടി വെക്കണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് പിന്നെ തീ കുറച്ച് വെക്കുക കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് അങ്ങ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓരോ ദോശ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏത് കറിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇത് സെർവ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ തേങ്ങാ ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.